അപ്പോൾ ഗോയ്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലുള്ള റായ്ഗഡ് ജില്ലയുടെ ഭാഗമായിട്ടുള്ള മഹഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് ഞാൻ മഹഡിലാണ്. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾ ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്, എല്ലാവരും നല്ല സഹകരണമാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു വടാപ്പാവ് കടയാണ്, നിനാദ് വടാപ്പാവ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്കെന്തെങ്കിലും ദോശ ഇഡലി എന്തെങ്കിലും കഴിക്കണം. ഇവിടെ നമ്മളുടെ ചേട്ടൻ്റെ കടയുണ്ട്. ചേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പരിചയപ്പെട്ട ചേട്ടനാണ്, പ്രശാന്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ വട എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇതാണ് അവരുടെ ഒരു കട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇഡ്ഡലിയും വടയും മഞ്ച് ഒരു സൂപ്പർ വടയുണ്ട് ഇവിടുത്തെ. ഇഡ്ഡലി പീസാക്കിയിട്ട് വറുത്തെടുക്കുന്ന ഒരു സംഭവം. അവരെല്ലാവരും നല്ല തിരക്കിലാണ്. ഈ ഒരു പ്രശാന്തനായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തരാനുള്ള കാരണം ഇദ്ദേഹമാണ്. മയൂർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഹായ് ചേട്ടാ. താങ്ക് യു. അപ്പം മൂപ്പരാണ് നമുക്ക് ഇവിടെ ഒരു മലയാളി കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ നിന്ന് കയറിയപ്പം എൻ്റെ KL വണ്ടി കണ്ടിട്ട് ചേട്ടൻ പിടിച്ച് അങ്ങനെ ഇവിടെ വന്നിപ്പോൾ 2-3 ദിവസമാണ്. म्हणजे ह्याचे वडील आहेत ना, 50 वर्षापेक्षा जास्त महाडमध्ये आहेत आणि ह्यांच्या 2 बेकऱ्या होत्या आणि ह्यांची तर एवढी पोरं कामाला होती ना, असे पाव कापायचे काका नुसते फास्टमध्ये एवढे पाव कापायचे ना बाबा यायचे. आणि बेकरी एकदम फेमस होती कृष्णा शेठ, एक नंबर. आणि त्यांच्या भागात सच्चा इंसान बेकरी एकदम फेमस हे मराठीत सांगतो. എനിക്ക് കുറച്ച് മനസ്സിലായി. ബേക്കറി ഫേമസ് ആണ് പണ്ട് തൊട്ടുള്ള അതൊക്കെ പറഞ്ഞേ. प्रशांत रहो द्या और प्रवीण रहो द्या, दोनों में से कोई भी अच्छी तरह से बोल. अभी बेकरी भी है, ये नया डाला है, ये नायर साहब है. അദ്ദേഹത്തെ ഇവിടെ രവി ബായ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിളിക്കുന്നത്. രവീന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ അത് റിങ്കു ഇവിടുത്തെ കുക്കാണ്. ഓക്കെ, ടേക്ക് താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിംഗ് ദിസ് പ്ലേസ്. ബാങ്കിന്റെ കണക്ഷൻ. അതെ, കണക്ഷൻ മനസ്സിലായി. അവരുടെ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ, ന്യൂ ഗണേഷ് സ്നാക്സ് സെൻറ്റർ എന്നാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഗണേഷ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഇദ്ദേഹമാണ്. ഹായ് ചേട്ടാ. ഹായ്. ഇവരുടെ അച്ഛൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കടയാണ്. 60 വർഷം അല്ലേ, 60 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോഴും ഇവർ മക്കൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ എന്തായാലും സന്തോഷം. നല്ല ഭക്ഷണം. റിങ്കുബായാണ് ഉണ്ടാക്കുന്ന ആള്. ഇത് ഇവരുടെയൊക്കെ ഫ്രണ്ടാണ്. ഹായ് ബ്രോ, പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സിനോജ് ബാലൻ. ബ്രോക്ക് ഇവിടെ ബേക്കറി ഉണ്ട്, സ്വന്തമായിട്ട് ബേക്കറി ഉണ്ട്. ഞങ്ങൾ ഈ ഫ്രണ്ട് സർക്കിളിലുള്ളവർ കൂടുതൽ എല്ലാവരും ബേക്കറി ബിസിനസ് ഒക്കെ ആയിട്ടുള്ളവരാണ്. ഒരു യൂട്യൂബറാണ്. അന്ന് പൊടിതായിട്ട് എടുക്കും, ചാനലൊക്കെ പൊടിതായിട്ട് എടുത്തിട്ട് സെറ്റാക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹഡ് എന്ന് പറയുന്നത് റായ്ഗഡ് ജില്ലയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു മഹഡ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് റായ്ഗഡിനോട് അടുത്താണെന്നുള്ളതാണ്. റായ്ഗഡ് എന്ന് പറയുന്നത് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണ കേന്ദ്രമായിരുന്നു, ക്യാപിറ്റലായിരുന്നു. അപ്പോൾ അതൊരു മെയിൻ സിറ്റിയാണ്. റായ്ഗഡിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മെയിൻ സിറ്റികളിലൊന്നാണ് മഹഡ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലേക്കാണ്. ഈ ലേക്കിൽ പണ്ട് താഴ്ന്ന അധികാരമായിട്ടുള്ള ആൾക്കാർക്ക് വെള്ളമെടുക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും സത്യാഗ്രഹം ഇരിക്കുകയൊക്കെ ചെയ്ത് അംബേദ്കർ സാഹിബാണ്, ഡോക്ടർ BR അംബേദ്കർ സാഹിബ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വളരെ ഹിസ്റ്റോറിക്കൽപരമായിട്ടുള്ളൊരു കാര്യത്തിന് തുടക്കം കുറിക്കുകയും ഈ ഒരു ലേക്കിൽ നിന്നും എല്ലാ ആളുകൾക്കും വെള്ളം എടുക്കാനായിട്ടുള്ള അനുവാദം കിട്ടാനായിട്ട് അദ്ദേഹം ആ ഒരു അവകാശം, അനുവാദം എന്ന് പറയാൻ കഴിയില്ല, ആ ഒരു അവകാശം കിട്ടാനായിട്ട് അദ്ദേഹം ഇവിടുത്തെ ലേക്കിൽ നിന്ന് വെള്ളം കുടിക്കുകയും അത് പിന്നീട് അതൊരു സത്യാഗ്രഹമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ആ ഒരു കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഈ ഒരു ലേക്കും ഈ ഒരു സ്ഥലമൊക്കെ വളരെ ഫേമസ് ആണ്. ഈ ഒരു ലേക്കിന് 100 മീറ്ററോളം നീളമുണ്ട്, 100 മീറ്ററോളം വീതിയുണ്ട്. അതുപോലെ തന്നെ ഒരു 5.5 മീറ്ററോളം ഡെപ്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 2-2.5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ചൗദാർതല എന്ന് പറയുന്നത് ഈ ഒരു സിറ്റിയുടെ സെൻറ്റർ ഭാഗത്താണ്, കറക്റ്റ് ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 1927 മാർച്ച് 20-ാം തീയതിയാണ് കേട്ടോ. അംബേദ്കർ സാഹിബിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര ബോൾഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ആളുകൾക്ക് പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സാഹചര്യം
സാഹചര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്കൂറ്റം എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ചൗതാർത്തല 1992 ജൂൺ 2-ാം തീയതിയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൊത്തം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. ആളുകൾക്ക് വന്നിരിക്കുകയും അവരുടെ ഒരു ഈവനിങ്ങുകളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. 1927 ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസ് രാത്രിയിൽ ചൗതാർത്തലയുടെ അടുത്ത് വെച്ചിട്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മനുസ്മൃതി അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് മുമ്പിൽ വെച്ചിട്ട് മനുസ്മൃതി കത്തിക്കുകയും സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു അനീതിക്കെതിരെ അദ്ദേഹത്തിന് ശബ്ദമുയർത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ചെയ്ത കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് എതിരായിരുന്നു. സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ അദ്ദേഹം പോരാടിയിരുന്നത്. ഇവിടെയും പറഞ്ഞില്ല, ഇവിടെ പുറത്തൊരു പാർക്കുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഫുള്ളാണ് കേട്ടോ, നിറച്ച ആളാണ്. അപ്പം കാലേറ്റെടുക്കാണ്. ഇനി ഇവിടെയാണ് ആ ഒരു ബാബാ സാഹേബ് അംബേദ്കർ സഭാഗൃഹമൊക്കെ ഉള്ളത്, ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാറുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ കുറേ ആൾക്കാർ ഇരിക്കാറുണ്ട്. ഇവിടെ നിന്നാണ് അംബേദ്കർ സാറ് വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു സ്റ്റെപ്പൊക്കെ ഇവിടെ ഉണ്ട് കാണിച്ചത്. അപ്പോൾ ഗോയ്സ്, ഈ ഒരു മഹഡിൽ നിന്നും 25 കിലോമീറ്റർ അകലെ ഒരു അടിപൊളി കോട്ടയുണ്ട് കേട്ടോ. ആ കോട്ടയാണ് റായ്ഗഡ് കോട്ട. ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ മറാത്ത രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ടിരുന്നൊരു സ്ഥലമാണ്. ആ റായ്ഗഡ് കോട്ട എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലത്തെ തന്നെ ഏറ്റവും കിടിലൻ ട്രെക്കിംഗ് സ്പോട്ടുകൾ ഒന്നാണ് കേട്ടോ. അതായത് ഒരു 5-6 കിലോമീറ്ററൊക്കെ വൺ സൈഡ് കയറാനുള്ള ദൂരമുണ്ട്. ആ ഒരു ട്രെക്ക് ചെയ്ത് പോകുന്ന വഴികളാണെങ്കിലും ആ ഒരു കോട്ടയാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോട്ട മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കോട്ടയിലേക്കുള്ള ട്രെക്കിങ്ങും അതുപോലെ തന്നെ ആ ഒരു കോട്ടയുടെ ചരിത്രവും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. ഞാൻ ഒരു ദിവസത്തെ മുഴുവൻ എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതാ ഇവിടെ കാർഡായിട്ട് വീഡിയോ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ തിരക്കുള്ള സ്ഥലങ്ങളാണ്. വൈകുന്നേരത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഉച്ചയായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ദീപാവലിക്ക് ഇവർ ഉണ്ടാക്കി വെക്കുന്നതാണ് ഇതുപോലത്തെ സംഭവങ്ങൾ. എല്ലാ കടകളുടെ മുമ്പിൽ ഉണ്ടാവും. നമ്മളുടെ അവിടെ ഓണം കഴിഞ്ഞിട്ട് 28-ാമത്തെ ദിവസം 28 ഓണം എന്നും പറഞ്ഞിട്ട് ഓണട്ടൊരു ഭാഗത്തൊക്കെ ഒരു ആഘോഷമുണ്ട്, നമ്മുടെ കായംകുളം കൊല്ലം ഭാഗത്തൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെ ദീപാവലി കഴിഞ്ഞിട്ട് ഒരു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു ദീപാവലി ഉണ്ട് ഇവിടെ. അതുകൂടി കഴിഞ്ഞിട്ട് ഇവരത് കഴിക്കത്തുള്ളൂ. പിന്നെ ഇതൊരു ചെറിയൊരു ഗണേശ അമ്പലം പോലത്തെ സംഭവമാണ്. ഇതാണ് ആ മറ്റേ ചേട്ടൻ്റെ ബേക്കറി കേട്ടോ, മറ്റേ ചേട്ടൻ്റെ ബ്രദറിൻ്റെ ബേക്കറി, അവരുടെ ആ ഒരു ന്യൂ ബേക്കറി. ഹലോ, ഇതാണ് ആ ചേട്ടൻ്റെ ബേക്കറി. ഇതേ തിരക്കില്ലാതെ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും. ഇപ്പോഴത്തെ ആള് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു ബേക്കറിയും ഒക്കെ വരുന്നത്. ഹായ്, പ്രശാന്ത് ചേട്ടൻ്റെ ചേട്ടനാണ് പ്രവീൺ അല്ലേ? കറക്റ്റ് അല്ലേ? പ്രവീൺ, കറക്റ്റ്. ഇതൊക്കെ മാർക്കറ്റ് ഏരിയാസാണ്, സ്ട്രീറ്റുകളാണ്. ഇവിടെ കൂടുതലും ചെറിയ ചെറിയ കച്ചവടക്കാരും ഒക്കെയാണ് കൂടുതലുണ്ടാവുക. നമ്മളുടെ പണ്ടത്തെ നമ്മുടെ നാട്ടിലത്തൊക്കെ പോലത്തെ കടകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഇതെല്ലാം കുക്കീസാണ്, നമ്മളുടെ അവിടുത്തെ ബിസ്ക്കറ്റുകളാണ്. ഇതെല്ലാം ഇവർ ഉണ്ടാക്കുന്നതാണ്. കേക്ക് എടുക്കണം. എൻ്റെ ചെറിയ പീസ് ഇപ്പോൾ നല്ല ഇത് ഇവരുണ്ടാക്കുന്ന കേക്കാണ്. ഇവരുണ്ടാക്കുന്നതാണ്. ഇവർക്ക് പിന്നെ അപ്പുറത്ത് തന്നെ ചെറിയൊരു ഫാക്ടറി പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അവരുണ്ടാക്കുന്നതാണ് അവിടെ. അടിപൊളിയാണ്. ഈ ചേട്ടൻ്റെ മറ്റേ പ്രശാന്ത് ചേട്ടൻ്റെയൊക്കെ അച്ഛനും അമ്മയാണ് കേട്ടോ ആ ഫോട്ടോയിൽ കാണുന്നവർ. ഇവർ 60 വർഷമായിട്ട് ഇവർ ഇവിടെ ബേക്കറി നടത്തുന്നതാണ്. അച്ഛൻ്റെ ചേട്ടനാണ് ആദ്യം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നല്ലേ? തുടങ്ങിയത്, പിന്നെ അച്ഛൻ കണ്ടിന്യൂ ചെയ്തു, പിന്നെ ഇപ്പം മക്കൾ കണ്ടിന്യൂ ചെയ്യുന്നു. മഹഡ് ഏരിയയിലത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ബേക്കറിയാണ്. ഏറ്റവും നല്ല സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ബേക്കറിയാണ്. ഇത് നമ്മുടെ ക്രീമാണ്. മസ്കാപ്പാവ്, ഒരു മസ്കാപ്പാവ് എന്ന് തന്നെ പറയുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് പരിചയക്കാരനുണ്ട്. ഞാൻ ഈ വഴിയിലിറങ്ങി ചുമ്മാ നടന്നു കഴിഞ്ഞാൽ എന്നെ നോക്കി ചിരിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മൾ നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുള്ളൂ. ഇവിടുത്തെ മഹഡിലത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്, നല്ല ആൾക്കാരാണ്. ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വെൽക്കമിങ് ആയിട്ട് തോന്നിയ ആൾക്കാർ ഇവിടുത്തെ തോന്നുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ ലോഡ്ജിനെ അവിടെ എത്തിയിട്ട്, ഇതാണ് നമ്മളുടെ ലോഡ്ജ്, മാധവാശ്രമം ലോഡ്ജ്. കാരണം മുത്തൊക്കെ അവിടെ കവറിട്ടിരിക്കുന്ന മുത്താണ്. എൻ്റെ ബാറ്ററി തീർന്നായിരുന്നു. ഞാൻ അകത്ത് റൂമിൽ കയറിയിട്ട് വേറെ ബാറ്ററി എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാർക്കറ്റ് തുടങ്ങുകയാണ്. കുറേ ഉണ്ട്, പച്ചക്കറി കടകളാണ് ഇവിടെയൊക്കെ. നമ്മുടെ അവിടുത്തെ ബ്രോഡ്വേ കൂടെയൊക്കെ നടക്കുന്ന പോലെ ഉണ്ട് കടകളാണ്. തേങ്ങാക്കട. ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള റേറ്റും ഇല്ല. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ജ്വല്ലറി എന്ന് തോന്നുന്നു. സേട്ട് ജ്വല്ലറി. ഇവിടുത്തെ ജ്വല്ലറികൾ നോക്കി, ചെറിയ ജ്വല്ലറികളാണ്, ഇച്ചിരി ഉള്ളു കാണാനായിട്ട്. തുണിക്കട.
ദീപാവലി ഐറ്റംസ് ഒക്കെയാണ്. ശരിക്കും നമ്മളിപ്പോൾ നടക്കുന്നത് ഉച്ച സമയം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ് കേട്ടോ. അത് വൈകുന്നേരത്തൊക്കെ ഭയങ്കര തിരക്കാണ്. ഞാൻ ഇന്നലെ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഇവിടെ എന്താ പരിപാടി എന്ന് അറിയാൻ പാടില്ല. നിറച്ചും പോലീസുകാരുണ്ട്, അവരൊക്കെ തെരുവറുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, മഹഡിലത്തെ വീരേശ്വർ മഹാരാജ് ടെമ്പിൾ. ഇവിടെ എല്ലാ അമ്പലങ്ങളുടെ മുകളിൽ ഇതേപോലെ ഓറഞ്ച് കളറിലത്തെ ഒരു കൊടി വെച്ചിട്ടുണ്ടാവും. എനിക്ക് അമ്പലത്തിൽ ഒന്ന് കയറാനിട്ട് ബാക്കി നോക്കാം. ഇതാണ് ആ ഒരു അമ്പലം. മറ്റേ നന്ദിയും അതുപോലെ തന്നെ ആണ് ആ ഒരു അമ്പലം. ഇവിടെയൊക്കെ ഇതേപോലെ കളം വരയ്ക്കുന്ന പരിപാടിയുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കളം വരച്ചേക്കുന്നുണ്ട് പൊടിയൊക്കെ ഇട്ടിട്ട്. ഇവിടുത്തേക്ക് അമ്പലങ്ങൾ ഭയങ്കര സിമ്പിളാണ്. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവും, ചെറിയൊരു ബിൽഡിംഗ് ആയിരിക്കും. ഇവിടെ കുറേ പോലീസുകാർ ഇരിപ്പുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ഒക്കെ കുറേ പോലീസുകാർ ഇരിപ്പുണ്ട്. അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വണ്ടികളൊന്നും ആലോചിക്കണല്ലോ കേട്ടോ. ഇവിടെ വരുന്ന വണ്ടിക്കാരൊക്കെ തിരിച്ചു വിടാനാണ്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടെ. എന്തോ പരിപാടിയൊക്കെ തരുന്നു. നമുക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ. ആരൊക്കെ ഇവിടെ കിടന്ന് അലറുന്നുണ്ട്. कारण की आपल्या मराठ्यांमध्ये ती एकजूट निर्माण करताय. हे कसलं वादळ आहे. पुण्यश्लोक छत्रपती श्री शिवाजी महाराज की, धर्मवीर छत्रपती श्री संभाजी महाराज की, हिंदू धर्म की, भारत माता की, हिंदू राष्ट्र की, जय श्रीराम, जय श्रीराम. धन्यवाद. ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറേ കൊടിയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ പോലീസുകാരുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതെല്ലാം BJPയുടെ ഭാഗമായിട്ടുള്ള പാർട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഇവിടെ ഇതുപോലെ ഉന്തുവണ്ടികളിൽ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ഇവരുടെ കയ്യിൽ. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്നത്. 50 ഇത് ഒരു എണ്ണത്തിന് 12 ആ ഓക്കെ. 12 എണ്ണത്തിന് 50 രൂപ. അപ്പോൾ വാഷിംഗ് പൗഡർ ഇത് ഇവരുണ്ട്. ഒരു ചെറിയ ടീക്കെ താങ്ക് യു. മുത്തോട്ടിരിപ്പുണ്ട്, മുത്തോട്ടിരിക്കട്ടെ. ഹായ് ഭയ്യ, ये कितना है? 60 रुपये डजन. 60 मीन्स 12 पीस को 60 रुपये. 60 कितना है? 50 എന്നാണ് പറയുന്നത് കേട്ടോ. 20 रुपये का जो. हाँ 20 रुपये का. मैं अकेली है लेकिन ऑरेंज कितना है? 50. 2-3 पीस दीजिए. നമ്മളിവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത്. ഈ ഒരു ബയ്യാടെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ലോഡ്ജ് ഏറ്റവും മുകളിലാണ്. അയ്യോ ഞാൻ കയറി ഒരു പരുവം. എൻ്റെ റൂം ഇവിടെയാണ്. ഇന്നത്തെ ലഞ്ചിനുള്ളതായി. ഇതാണ് എൻ്റെ റൂം. അയ്യോ എല്ലാം വയൽച്ചിട്ടൊക്കെയാണ്. ഞാൻ പോയിട്ട് തുണി അലക്കാനുണ്ട്, കുറേ തുണി അലക്കാനുണ്ട്. അവർ അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. തുണി അലക്കൽ കഴിഞ്ഞ സുഹൃത്തുക്കളെ, തുണി അലക്കൽ കഴിഞ്ഞു. നോക്കിക്കേ, 2 കവർ നിറച്ച് തുണികളുണ്ട്. ഇത് മൊത്തം ഇനി ഞാൻ വിരിച്ചിട്ടെ. ഇവിടെ സ്ഥലമുണ്ട്. എന്താ കുറേ ഡ്രസ്സുണ്ട്. ഒക്കെ ദേ അലക്കി ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ദേ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കരയുന്നോണ്ടിരിക്കുകയാണ്. ഇന്ത്യ 226 റണ്ണിന് 9 നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതേ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നല്ല പിമ്പിരി കൊണ്ട് നിൽക്കുന്ന ആ സമയം എന്നൊക്കെ പറയൂലേ, ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് ആ മഹഡ് ടൗൺ ഏരിയ ഉണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഫൈനൽ ഇവിടെ സ്ക്രീനിൽ പ്ലേയിങ് ആണ്. അപ്പോൾ ഗോയ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ കിട്ടി തകർന്നിരിക്കുകയായിരുന്നു. ഇന്ത്യ തോറ്റു. ചവിടത്തളുടെ അടുത്ത് കളി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ സ്ക്രീനിൽ. അപ്പോൾ അവിടെ പോയി കുറേ നേരം ഇരുന്ന് കളിയുണ്ട്. പിന്നെ ഞാൻ റൂമിൽ പോയി ബാക്കിയുണ്ട്. ഇന്ത്യ തോറ്റു. നല്ല ക്ഷീണമായിരുന്നു. അത് കാരണം ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ കിടന്നുറങ്ങി എണീച്ചത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ വടാപ്പാവ്. അപ്പോൾ നമുക്ക് വടാപ്പാവ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഒരു ഫേമസ് ആയിട്ടുണ്ട് വടാപ്പാവിൻ്റെ സംഭവം തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. പിന്നെ ഇതാണ് പാവ്, ബണ്ണ്. ഇതിനൊരു സ്പെഷ്യൽ ചട്നി ഉണ്ട്. നമ്മൾ ഈ ചട്നി വേറെ എവിടെ നിന്നും കൊണ്ട് കഴിച്ചായിരുന്നു. വടാപ്പാവിൻ്റെ ഒരു പടി. ഇവിടുത്തെ ആൾക്കാർ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സംഭവമാണ് ഈ വടാപ്പാവ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ വിശപ്പ് പറഞ്ഞത്. എനിക്ക് വിശപ്പൊന്നും മാറിയില്ല. എന്തായാലും അവിടെ നിന്ന് പറഞ്ഞാൽ കഴിച്ച് 20 രൂപ ആയല്ലോ. എക്സ്ട്രാ ഒരു പാവ് വാങ്ങിച്ചിട്ട് 20 രൂപ ആയുള്ളൂ. വടാപ്പാവ് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും
പ്രശാന്തൻ്റെ കടയിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ദോശ കഴിച്ചിട്ടോ. നോർമൽ സാധാ ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായി. അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്, 1 മണി ആവാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന ലോഡ്ജിൻ്റെ താഴത്തെ ഒരു കടയുണ്ട്. അവിടെ ചായ അടിപൊളിയാണെന്ന് പുള്ളി പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നായിരുന്നു. ഹായ് എണ്ണ, ചേട്ടനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടാണ്. അതേപോലെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഹായ്, അപ്പ നാം കേ ഷദാം. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ടോ വണ്ടി വെക്കുന്നത്. 30 ഇത് അവരുടെ ഫ്രൂട്ട്സ് കടയാണ്. ഇവിടെയൊക്കെ കുറേ കടക്കാരുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലോഡ്ജ് ഇവിടെയാണ്, മാധവാശ്രമം ലോഡ്ജ്. നമ്മുടെ അണ്ണൻ്റെ കടയാണ്. 10 രൂപ കാത്തെ. ഓക്കെ, എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, മൂപ്പർക്ക് ഹിന്ദി അറിയാൻ പാടില്ല തോന്നുന്നു. 80 ആ ഓക്കെ ടീക്കെ. പണ്ടൂറാങ് നാംദേവ് ഷിത്തോളെ. ഓ ബടാ പവർഫുൾ നെയിമേ. ഞാൻ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഓക്കെ ടീക്കെ. ഓക്കെ, വിൽ സി ഈവനിങ് ശ്യാംകോത്തേക്കാ. ടീക്കെ, ബൈ. ഹിന്ദി അറിയാഞ്ഞിട്ട് ഞാൻ ഹിന്ദി ഒപ്പിച്ച് പറയുന്നത് കണ്ട സുഹൃത്തുക്കളെ. ഞാനേ ഫ്രൂട്ട്സ് ഒക്കെ കയറിയെടുത്ത പുള്ളിക്ക് ഹിന്ദി കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പുള്ളി മറാഠിയിൽ എന്നോട് 80 രൂപ എന്ന് പറയുന്നുണ്ട്. 80 എന്നോട് 80 പറയുന്നത്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ വിചാരം 130 രൂപയാണെന്നാണ്. അപ്പോൾ ഞാൻ കൂടുതലാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെയാണ്. പുള്ളി ലാസ്റ്റ് എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളി ആങ്കിളാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പോക്കറ്റിൽ നിന്ന് 80 രൂപ എടുത്തിട്ട് പറഞ്ഞു ഇത്രയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ 80 രൂപയ്ക്കാണ് ഇവരിവിടെ നിന്ന് കഷ്ടപ്പെടുന്നതെന്ന്. 80 ഹിന്ദിയിൽ എന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഞാൻ 8 10 എന്നൊക്കെയാണ് പറയുന്നത്, 8 into 10 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിൽ ടെറസാണ്. പിന്നെ ജീൻസൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു, ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഇതൊക്കെ പെറുക്കിക്കൊണ്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ടിരുന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഗുയിസ്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇവിടെ ഒരു കർമാർക്കാർ സ്നാക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മിസൽ പാവ് കഴിക്കാൻ വേണ്ടി പോയതാണ്. മിച്ചർ കിട്ടുള്ള സംഭവമാണ്, പക്ഷേ അടച്ചായിരുന്നു കട. നമുക്കിനി നാളെ പറ്റുകയാണെങ്കിൽ പോകുന്ന മുമ്പ് എടുത്ത് ട്രൈ ചെയ്യും. അപ്പോൾ അവിടെ ഞാൻ നേരെ നടന്നിട്ട് മുമ്പ് നമ്മൾ വടാപ്പാവ് കഴിക്കാൻ കയറിയ അതേ സ്ഥലത്ത് വന്നിട്ട് ഒരു വടാപ്പാവ് കഴിച്ച്. ഈ വടാപ്പാവ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്, ഉള്ളിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സംഭവമാണ്. ഗ്യാസാണ് എങ്ങനെ നോക്കിയാലും. അവിടുന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ പ്രശാന്ത കടയിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാമ്പാർ വാങ്ങിച്ച്. എന്നിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ചപ്പാത്തി വാങ്ങിച്ചു. പിന്നെ ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചു. ഇതാണ് ഗുയിസ് എൻ്റെ തള്ള. ഹായ് പറ. ഹായ് അമ്മ കേട്ടോ. അപ്പോൾ ഗുയിസ്, ഞാൻ മഹഡിയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. മഹഡിയിൽ നിന്ന് ഇപ്പം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്നലെ ഒരു ദിവസം കൂടി ഞാൻ സ്റ്റേ ചെയ്തായിരുന്നു. അന്നലെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ലായിരുന്നു. രാവിലെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ പ്രശാന്തൻ്റെ കടയിൽ പോയിട്ട് രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വരുന്ന എഡിറ്റിംഗ് ആയിരുന്നു. ഒരു വീഡിയോ ഓൾമോസ്റ്റ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാലൂസറയിൽ പോയിട്ട് രാത്രി ചിക്കൻ താളി കഴിച്ചായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ചോറും ചപ്പാത്തി, അതാണ് ചിക്കൻ താളി. കൊള്ളാം, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ ദേ റൂമിൽ വന്ന് ഉറങ്ങി എണീച്ചതായി ഇപ്പം ഫുൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ പ്രശാന്തേട്ടൻ്റെ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പ്രശാന്തേട്ടൻ ഇവിടെ നിന്നില്ല, നാട്ടിൽ പോയേക്കാണ്. അപ്പം നിങ്ങൾ ചേട്ടാ ഇനി അടുത്ത തവണ മഹഡിൽ വരുമ്പോഴായിരിക്കും എവിടെയെങ്കിലും നാട്ടിൽ വെച്ചാണ്, എവിടെയെങ്കിലും വെച്ചാണ്, കായംകുളത്ത് വെച്ചാണ്. അപ്പോൾ ഓക്കെ, ഇറക്കും ബൈ ചേട്ടാ. അവനാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് കേട്ടോ. അച്ഛാ ഫുഡ് ടീക്കെ ബൈ. പിന്നെ ഈ മഹഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്കായിട്ട് വന്ന് നിൽക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ 5 ദിവസം ഇവിടെ നിന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും, നമുക്ക് കണ്ട എല്ലാ ആളുകളും നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്, നല്ല ഹോസ്പിറ്റാലിറ്റി മൈൻഡുള്ള ആളുകളാണ്. അപ്പോൾ ഈ മഹഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തോടും ഇവിടുത്തെ ആളുകളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ, കുറേ മലയാളി ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. യൂട്യൂബ് വീഡിയോ ജസ്റ്റ് ആപ്കെ നാം ബോലോ വീഡിയോ മേ. ഇത് ഈ ഒരു ലോഡ്ജിന്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ നാം ക്യാ ഹൈ? അനിൽ അജ്ഗരെ. വിൽ സീ അഗൈൻ. ഓക്കെ ബൈ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.